ഉണക്കക്കൊഞ്ചും മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ഇട്ട നല്ലൊരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഉണക്കക്കൊഞ്ച് കറി. നല്ല സ്വാദുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണക്കക്കൊഞ്ച് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണക്കക്കൊഞ്ച് അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ, 3 മുരിങ്ങയ്ക്ക, ചക്കക്കുരു, പിന്നെ ഒരു മാങ്ങ. ആദ്യമില്ലേ ഉണക്കച്ചെമ്മീൻ ഒരു ചീനിച്ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ തലയും വാലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഈ ഉണക്കക്കൊഞ്ചെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ച്, ചക്കക്കുരു അതുപോലെ 4ആയി കീറിയതാണ്, അതും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക ആവശ്യമുണ്ട്. മുരിങ്ങയ്ക്ക, പച്ചമുളക്, മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, എല്ലാം ആദ്യം റെഡിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അരപ്പ് തയ്യാറാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കേണ്ടത്. ആദ്യം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത അരപ്പ് ആദ്യം ചട്ടിയിൽ ചേർക്കുക. കൂടെ ആ ഉണക്കച്ചെമ്മീനും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തത് അതും കൂടെ നമ്മുടെ അരപ്പിലോട്ട് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. ഈ അരപ്പിലേക്ക് ചക്കക്കുരു ഇടുക, മുരിങ്ങയ്ക്ക, പച്ചമുളക്, മാങ്ങ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചേരുവകളെല്ലാം നന്നായി മിക്സ് ചെയ്ത് തീ നന്നായി കൂട്ടിയിട്ട് വേണം ആദ്യം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. വേകാൻ വേണ്ടി നമുക്ക് ഒരടുപ്പിട്ട് അടച്ചു വെക്കാം. കൊഞ്ചുകറി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണേ. ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടില്ല, നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കൊഞ്ച് എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരുവൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഞ്ചുകറി റെഡി ആയിട്ടിരിക്കുന്നു. നമുക്ക് ഇനി കടുക് വറുത്ത് താളിക്കാം. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ചുകറിയിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണേ. ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇവിടെ ഉണക്കച്ചെമ്മീൻ കൊഞ്ചും മാങ്ങയും കറി റെഡി ആയിട്ടുണ്ടേ. നമുക്കതൊന്ന് താത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, അടിപൊളിയായിട്ടല്ലേ?